വദനേന മദീതഗന്ധവാഹം വദനേ തസ്കരചാതുരീധുരീണം വദനേ തസ്കരചാതുരീധുരീണം നയനേ കഃ കുഹനാശ്രുമാശ്രയേധ ചരണേ കോമളതാണ്ഡവം കുമാരം. വേദിയിൽ ഇരിക്കുന്ന അഭിനന്ദനായ കാനപ്പൻ, മറ്റ് ഭാഗവത ഉത്തമന്മാരെ, സദസ്സിലിരിക്കുന്ന ജ്ഞാന വയോവൃദ്ധരെ, ഏതാണ്ട് എല്ലാവരും വാനപ്രസ്ഥത്തിന് തയ്യാറായിട്ട് വന്ന് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വളരെ സന്തോഷമാണ്. മഹാഭാരതത്തിലെ വേദവ്യാസൻ ധർമ്മത്തിൻ്റെ ചുതിയെക്കുറിച്ച് ആണ് ഏറ്റവും ഉത്കടമായി സംസാരിച്ചത്. ധർമ്മത്തിന് കോട്ടം വരുമ്പോൾ അത് പ്രപഞ്ചത്തിൻ്റെ നാശമാണ്. പ്രപഞ്ചം ഇങ്ങനെ നിലനിർത്തുന്നത് ധർമ്മമാണ്. അതുകൊണ്ടാണ് പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേത് ധർമ്മം. ധർമ്മം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഒറ്റ വാക്കിൽ ഒരു മറുപടി പറയാമോ, ഒരു സെന്റൻസ് മറുപടി പറയാമോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇങ്ങനെ നിലനിർത്തുന്നത് എന്തോ അത്രയും പറഞ്ഞാലായി. മഹാഭാരത രചനാകാലം എന്ന് പറയുന്നത് ഒരു 2000-2500 വർഷം മുമ്പാണ്. ആ കാലത്ത് തന്നെ ധർമ്മത്തിന് വലിയ കോട്ടകൾ വന്നു തുടങ്ങി. അതുകൊണ്ടാണല്ലോ ഈ മഹാഭാരത യുദ്ധവും മഹാഭാരത കഥ തന്നെ അതാണല്ലോ. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമുണ്ട് വേദവ്യാസന്റെ. അതിക്രാന്ത സുഖാകാല പ്രത്യുപസ്ഥിത ദാരുണ ശ്വശ്വപാവീയ ദിവസ പൃഥ്വീ ഗതയൗവന എന്നാണ്. ഇത് മലയാളിക്ക് മനസ്സിലാവാനൊരു പ്രയാസമുള്ളതല്ല. വളരെ ഇപ്പം മലയാള ഭാഷ തന്നെയാണ് സംസ്കൃതം മലയാളി ഉപയോഗിക്കുന്നതാണ്. സുഖമുള്ള കാലം അതിവേഗത്തിൽ മാറി മറയുന്നു. ദുഃഖമുള്ള കാലം നമ്മളെ വേർപെടാതെ നമ്മുടെ നിഴല് പോലെ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നു. ഓരോ ദിവസവും ജനിക്കുന്നത് പാപം ചെയ്യുന്നതിനായിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്നു. ശ്വശ്വപാവീയ ദിവസ, ഓരോ ദിവസവും ജനിക്കുന്നത്, ഓരോ നാളെയും ജനിക്കുന്നത് പാപം ചെയ്യുന്നതിന്. എന്നിട്ട് അവസാനം വ്യാസൻ വ്യാകുലപ്പെട്ട് പറയുകയാണ്, പൃഥ്വീ ഗതയൗവന, പൃഥ്വിയുടെ ചാരുത്വം എല്ലാം ചോർത്തുപോയി, സൗന്ദര്യമെല്ലാം ചോർത്തുപോയി. എന്നിട്ട് വ്യാസൻ ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങൾക്കെല്ലാവർക്കും, പ്രാപഞ്ചികന്മാരായ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടത് അർത്ഥവും കാമമാണ്. പക്ഷേ ലൗകിക ജീവിതത്തിൽ അർത്ഥവും കാമവും വേണമെങ്കിൽ ധർമ്മമില്ലാതെ സാധ്യമല്ല. ധർമ്മമില്ലാത്ത അർത്ഥം അനർത്ഥമാണ്. ധർമ്മമില്ലാത്ത കാമം കാമാഭാസമാണ്. ധർമാന്വിതമാണ് അർത്ഥവും കാമവും ആത്യന്തികമായ പക്ഷം. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, അദ്ദേഹത്തിലെ ഈ വളരെ പ്രായമായ മനുഷ്യൻ തെരുവീതിയുടെ ഒരു അറ്റത്ത് നിന്നുകൊണ്ട് കൈ തലയിൽ വെച്ച് ഉറക്കെ നിലവിളിക്കുകയാണ്. ഊർധ്വബാഹു വിരൗണ്യേഷ
നച കശ്ചിത് ശൃണോതി മാം ധർമാൻ അർത്ഥശ്ച കാമശ്ച സധർമ്മ ഇന്ന സേവ്യത. നിങ്ങൾക്ക് വേണ്ടത് അർത്ഥവും കാമല്ലേ? ഇതിന് അർത്ഥവും കാമവും ലഭിക്കണമെങ്കിൽ ധർമ്മമില്ലാതെ സാധ്യമല്ല. ഇതാണ് ഞാൻ ഉറക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറക്കെ മഹാഭാരതം ഉടനീളം ഞാൻ 1,00,000-ൽ പരം ശ്ലോകങ്ങൾ മഹാഭാരതത്തിലും മുഴുവൻ ഭംഗ്യന്തരേണ മറ്റു കൃതികളിൽ, അതായത് പുരാണാദികൾ, മറ്റു പുരാണങ്ങളിൽ, ഭാഗവതാദി പുരാണങ്ങളിൽ, പിന്നെ അതിന് ശാസ്ത്രീയമായിട്ട് പ്രസ്ഥാനത്രയത്തിൽ, ഇങ്ങനെ ശാസ്ത്രദ്വാരയും സാഹിത്യദ്വാരയും താൻ പ്രതിപാദിക്കുന്നത് മാത്രമാണ്. ഏത്? ധർമ്മ അർത്ഥശ്ച കാമശ്ച. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതല്ലേ വേണ്ടത്? അതുകൊണ്ടൊരു തെറ്റില്ല. പക്ഷേ ധർമ്മം വേണം. ഈ ധർമ്മത്തിന്റെ സ്വരൂപം പ്രതിപാദിക്കലാണ് വേദം ചെയ്യുന്നത്. ധർമ്മത്തിന്റെ ഓരോ പടിയും ഓരോ പ്രകരണവും ഓരോ ഘട്ടവും മനുഷ്യ ജീവിതത്തിൽ ഏതെല്ലാം തലത്തിൽ അതിനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് വേദവ്യാസൻ മറ്റു ഋഷിമാരും ഒക്കെ സംസാരിച്ചത്. അതിലൊന്നാണ് ഈ വാനപ്രസ്ഥം. ധർമ്മസംരക്ഷണത്തിന് വേണ്ട ഒരു ഘട്ടമാണ് വാനപ്രസ്ഥം. ഇത് വാനപ്രസ്ഥി സംഗമം എന്നാണ് ഇതിന് പേരിട്ടത്. അന്വർത്ഥനാമധേയം. ഇതിൽ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയണമെന്നായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മുതിർന്ന പൗരന്മാർക്ക് ഉള്ള ആധ്യാത്മിക ദൈനംദിന ചര്യയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൽ 2-3 ചോദ്യങ്ങൾ ഈ ടൈറ്റിലിൽ നിന്നെല്ലാം ഉണ്ടാവും. ഒന്ന്, ആരാണ് ഈ മുതിർന്ന പൗരൻ? മുതിരനെ ഉയരം വയ്ക്കലാണോ, തല്ലി വയ്ക്കലാണോ, തലതെറിക്കലാണോ? എന്താണ് ഈ അധ്യാത്മ ദൈനംദിന ചര്യ? അധ്യാത്മം എന്ന് അത് ചര്യയായി, അനുഷ്ഠാനമായി, ഉപാസനയായി വരുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ സ്വഭാവം? ഇങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു വേദം തന്നെ ധർമ്മസ്വരൂപമാണ്. വേദത്തിൽ വിധിക്കുന്നത് ധർമ്മം, നിഷേധിക്കുന്നത് അധർമ്മം. അപ്പൊ നിഷേധിക്കുക വഴി, അധർമ്മത്തെ നിഷേധിക്കുക വഴി സ്ഥാപിക്കുന്ന ധർമ്മത്തെ. അപ്പൊ ധർമ്മപ്രതിപാദനമാണ് സമഗ്രമായിട്ട് വേദം. ആദ്യത്തെ പുരുഷാർത്ഥാണ്. മനുഷ്യൻ ജനിച്ചാൽ ആദ്യം വേണ്ടത് ഈ ധർമ്മബോധമാണ്. ഇതുണ്ടായാൽ ഇതിനനുസരിച്ചാണ് അർത്ഥം ഉണ്ടാകുക, ഇതിനനുസരിച്ചാണ് കാമം ഉണ്ടാകുക, ഇതിനനുസരിച്ചാണ് മോക്ഷം ഉണ്ടാകുക. ധർമ്മമില്ലാത്ത അർത്ഥമില്ല, കാമമില്ല, മോക്ഷമില്ല. അതുകൊണ്ട് വേദത്തിന് തന്നെ പറയാറുണ്ട്, അതിന്റെ ബാഹ്യമായ ആ മന്ത്രങ്ങളുടെ ആശയം ധർമ്മമാണെങ്കിലും ആ ധർമ്മം തന്നെ ആന്തരിക തത്വമായിട്ട് മാറുന്നതാണ് ബ്രഹ്മം. അപ്പൊ ധർമ്മവും ബ്രഹ്മവും ഇത് രണ്ടുമാണ് വേദത്തിന്റെ പ്രതിപാദ്യം. ധർമ്മം തന്നെയാണ് ബ്രഹ്മം. പക്ഷെ ബാഹ്യയുടെ നമ്മുടെ ബുദ്ധി പരിപാകമാകുന്നത് വരെ നമ്മൾ ധർമ്മം തന്നെ പറയും. ബുദ്ധി പരിപാകായാൽ പിന്നെ അങ്ങനെ ബ്രഹ്മം. ഇത്രയുള്ള വ്യത്യാസം. അപ്പൊ ഇതിൽ മുതിർന്ന പൗരൻ ആര് എന്നാണ് ചോദ്യം. ഞാൻ തീർച്ചയായിട്ടും കണ്ട മുതിർന്ന പൗരനാണെന്ന് എനിക്ക് തോന്നില്ലേ. കലാരംഭം നടത്തുന്നത് ശാരീരിക വളർച്ച മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മുതലൽ എന്ന് വെച്ചാൽ വളരല്ല, വളർച്ച ശരീരത്തിന്റെ മാത്രമല്ല, മനസ്സിന്റെയും കൂടി വളർച്ചയാണ്, അന്ധകരണത്തിന്റെ വളർച്ചയാണ്. അന്ധകരണം എന്ന് ഞാൻ പറയുന്നത് ആത്മാവിനെ പിന്നെ വളർച്ച
ചിത്തം എന്ന് പറഞ്ഞാൽ പഴയ സ്മരണയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുന്നതാണ്. ഇത് കണ്ട ഇതാണ്, ഇത് കണ്ട ഇതാണ്, ഇത് സത്യം, ഇത് ധർമ്മം, ഇത് ദാനം എന്നൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. അങ്ങനെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം ജ്ഞാനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാ അറിവുകളും. ജ്ഞാനന്റെ അറിവില്ല. അപ്പോൾ ജ്ഞാനം വേണം, അഹം അതില്ലാതെ തുടങ്ങില്ല. അപ്പൊ ലൗകികമായിട്ടുള്ള വിജ്ഞാനമൊക്കെ ഈ അഹത്തിൽ കിടന്ന കളിക്കുന്നത്. അഹല്ലാതെ ഒരു ജ്ഞാനമില്ല. വിജ്ഞാനം എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനം എന്നല്ല. ഭാഗവതം ജ്ഞാനം വിജ്ഞാന സംയുക്തം എന്നൊരു പ്രയോഗിക്കും. ഒരിക്കലല്ല, പലരും പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ഇന്നത്തെ വ്യാസം തന്നെ വ്യാഖ്യാനിക്കും. എന്താണ് വിജ്ഞാനം, എന്താണ് ജ്ഞാനം? ഉപനിഷത്തിൽ പറഞ്ഞതുപോലാണ്, വേദത്തിൽ പറഞ്ഞതുപോലാണ്. ഭഗവാനത് കാവ്യരൂപത്തില് രസമാലയം എന്ന് ഭാഗവതത്തെ കുറിച്ച് പറയില്ലേ? കാവ്യമാണ് രസമാലയാവും. വേദമന്ത്രങ്ങൾക്ക് അങ്ങനെ ഒരു കാവ്യത്വമല്ല, അതിനൊരു അധീശത്വമാണ്, ഒരു അധികാരിയാണ്. പ്രഭു പോലെ പ്രഭു എന്താ ചെയ്യുക? ആജ്ഞാപിക്കുകയും ചെയ്യും. പക്ഷേ മിത്രങ്ങളാണെങ്കിൽ ഉപദേശിക്കുകയും ചെയ്യും. പക്ഷേ കാവ്യം അങ്ങനെയല്ല, കാന്തയെ പോലെയാണ്, ഭാര്യയെ പോലെ. അവരുടെ വശ്യവാക്കുകളെ കൊണ്ട് അവരുടെ ഭർത്താവിനെ നല്ല വഴി കൊണ്ടുവരും. അങ്ങനെയാണ് രസമയമായിട്ടാണ് കാന്ത ഭർത്താവിനെ അനുകൂലമാക്കുക, ധർമ്മത്തിന് അനുകൂലമാക്കുക. അതുപോലെയാണ് കാവ്യം. ഭാഗവതം അങ്ങനെ ആയതുകൊണ്ടാണ് ഭാഗവതത്തെ രസമാലയം ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് വിജ്ഞാനം എന്താണ് ഭാഗവതകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പണ്ട് ഏതെങ്കിലും ഉപനിഷത്തിലൊക്കെ പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. ദ്വേ വിദ്യയെ വേദിതവി, അറിയപ്പെടുന്ന രണ്ടറിവുണ്ട്. ദ്വേ വിദ്യയെ, ദ്വേച്ച രണ്ട് വിദ്യകളുണ്ട്. വേദിതവ്യെ അറിയപ്പെടുന്നതായിട്ട് പര അപരാധി. പര എന്നും അപര എന്നും. പര എന്ന് പറഞ്ഞാൽ പരമമായ തത്വജ്ഞാനം. ആ തത്വജ്ഞാനത്തിൽ അഹല്യ. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ അറിയുന്ന ആള് ബ്രഹ്മം തന്നെയാണ്, അയാൾ ബ്രഹ്മത്തിന് വേറെ ആളല്ല. അപ്പോ ഈ അഹംബുദ്ധി നിലനിൽക്കുന്ന ജ്ഞാനം ഏതാണോ അതാണ് വാസ്തവത്തിൽ വിജ്ഞാനം. അത് ലൗകിക വിഷയങ്ങൾ ഉപകരിക്കും. ബ്രഹ്മ അല്ലാത്ത സകല അജ്ഞാനാദി സകല ജനസമൂഹ വേദാന്തി പറയും. അജ്ഞാനം തുടങ്ങി അതിന്റെ ഉൽപ്പന്നമായിട്ട് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ സമസ്ത വിഷയങ്ങൾ ഒക്കെ അജ്ഞാനത്തിന്റെ സന്തതികളാണ്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പൂർണ്ണമായ അഭാവം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം കൊണ്ട് തോന്നി കുറച്ചു കാലം അത് കഴിയും, അത്രയേ ഉള്ളൂ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും അങ്ങനെയാണല്ലോ. പ്രപഞ്ചത്തിലെ ഏത് പദാർത്ഥവും ഇപ്പോൾ ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഉൾപ്പെടെ. അപ്പൊ ഇത് ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല നമ്മളെ കുറിച്ച്. നമ്മുടെ ഈ ശരീരം ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കാൻ. അപ്പൊ അതിന്റെ ഉൽപ്പത്തി നാശമൊക്കെ. അപ്പോ പക്ഷെ എന്നാൽ ഈ വിജ്ഞാനം ജ്ഞാനത്തിനെ പോലെ തത്വജ്ഞാനത്തെ പോലെ അത്ര പ്രാധാന്യമുള്ളതല്ലാത്തതുകൊണ്ട് അത് എന്തിനാ അതിനെ ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശങ്കര ഭഗവത്പാദൻ പറയും, അതാണ് മാർഗം. ആ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കണം. അസത്യേ വർമ്മനി സ്ഥിത്വ തതസത്യം സമീപതയാണ്. അസത്യമായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചിട്ടാണ് സത്യത്തിൽ എത്തുന്നത്. അപ്പൊ സത്യത്തിലെത്താൻ ഞാൻ സത്യത്തിൽ എത്താൻ ശ്രമിക്കേണ്ട അർത്ഥം ഞാനിപ്പോൾ നിൽക്കുന്നത് അസത്യത്തിലാണ്. അപ്പൊ അസത്യത്തിൽ നമ്മളിപ്പോ മായയിലാണ്, ഈ പ്രപഞ്ചത്തിലാണ്. ഇത് അസത്യമാണ്. അപ്പൊ സത്യം അല്ലാത്തത് വെച്ചാൽ അർത്ഥം മിഥ്യാത്വമെന്നല്ല. എല്ലാ കാര്യത്തിലും വിദ്യാർത്ഥി ഇത്രേ ഉള്ളൂ. മിഥ്യാവ്യാർത്ഥം എത്തുള്ളൂ. അതുകൊണ്ട് ഈ വിജ്ഞാനമാണ് ജ്ഞാനത്തെ, ജ്ഞാനം വിജ്ഞാന സമീപം എന്നുള്ളതിനെ വ്യാഖ്യാനിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിഷയം ചുരുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു
ഈ ധർമ്മത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ വിവിധ സംരക്ഷണത്തിന് വേണ്ടി ധർമ്മസ്വരൂപമായ വേദത്തെ തന്നെ 4ആയിട്ട് പകുത്ത് സംഹിത, ബ്രാഹ്മണം, ആരണ്യം, ഉപനിഷത്ത് എന്ന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ സംഹിത പറയുന്നത് ബ്രഹ്മചര്യത്തിലെ വിദ്യാർത്ഥിയായിരിക്കും. അതാണ് ബ്രഹ്മചര്യം. വിദ്യാർത്ഥിയായി വേദാധ്യയനം, വേദ സംബന്ധികളായ ശാസ്ത്രങ്ങൾ, വേദം അതെല്ലാം അധ്യയനം ചെയ്യുന്ന കാലമാണ് ബ്രഹ്മചര്യത്തിൻ്റെ കാലം. അത് കഴിഞ്ഞിട്ടാണ് ഗാർഹസ്ഥ്യം. ഗാർഹസ്ഥ്യത്തിൽ വരുമ്പോൾ ബ്രഹ്മചര്യത്തിൽ പഠിച്ച ധർമ്മത്തിൻ്റെ തത്വങ്ങൾ പ്രയോഗിക്കാനുള്ള സമയമാണ്. പഠിച്ചത് പ്രയോഗിക്കണമല്ലോ. എന്നിട്ട് അതിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, അത് എന്തെങ്കിലും അതിന് താൻ മനസ്സിലാക്കിയത് പോലായിട്ടുണ്ടോ, ആചാര്യം പഠിപ്പിച്ച് കൂട്ടിച്ചേർക്കാനായിട്ട് വല്ലതുണ്ടോ, അതൊന്നും സംഭവിക്കാം. ഒരാചാര്യനും പൂർണ്ണമല്ലല്ലോ. പിന്നീട് വരുന്ന ശിഷ്യൻ ആചാര്യനേക്കാളും ദേവനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിച്ചേർക്കാം, അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഈ ഗൃഹസ്ഥാശ്രമത്തില് താൻ വേദാധ്യയന കാലത്ത് താൻ പഠിച്ച ധർമ്മത്തിൻ്റെ പ്രയോഗമാണ് അത്. ആ ധർമ്മം കർമ്മരൂപത്തിലാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ ബ്രാഹ്മണങ്ങളാണ്. സംഹിത കഴിഞ്ഞ ബ്രാഹ്മണികൾ സംഹിത പഠിക്കും, അധ്യാപനം. അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോഗതലാണ്, കർമ്മതലമാണ് ബ്രാഹ്മണം. കർമ്മങ്ങളൊക്കെ അതിൽ പെടും. പക്ഷെ കർമ്മങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാം ദ്രവ്യനിഷ്ഠമായിട്ട് നടക്കും. ദ്രവ്യ, ദേവത, ഹോതാവ്, ഇതാണ് യജ്ഞത്തിലെ 3 ഘടകങ്ങൾ. ഹോമിക്കുന്ന ആള്, ഹോമിക്കുന്ന വസ്തു, ഹോമിക്കപ്പെടുന്ന ഏത് ദേവതയെ സങ്കല്പിച്ചാണ് ഹോമിക്കുന്നത്. ഇങ്ങനെ ഈ 3 സങ്കല്പങ്ങളെ ആധാരമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇത് ബ്രാഹ്മണങ്ങളിൽ വരും. അത് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഈ പറയുന്നത് വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിനെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിവിടെ അദ്ദേഹം കാലക്രമം സൂചിപ്പിക്കുകയുണ്ടായി. അതിന് പ്രായമൊന്നുമില്ല, പക്ഷേ പറയും, മുതിർന്നവരെന്ന് പറയും, ഈ മുതിർച്ച ജ്ഞാനമുണ്ടാവും. ശരീരം കൊണ്ടുള്ള വളർച്ച ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നതെന്ന് ഉറപ്പാണ്. നമ്മൾ ലോകത്തിൽ പലതും അങ്ങനത്തെ ഉദാഹരണങ്ങൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഒരു വളർച്ച തന്നെയാണ്. കർമ്മകാണ്ഡത്തിലെ ബ്രാഹ്മണങ്ങളെയൊക്കെ ആധാരമാക്കി ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മങ്ങളൊക്കെ ചെയ്ത് വേദത്തിൽ പറയുന്ന ധാർമ്മികമായിട്ടുള്ള തത്വങ്ങളെ കൈകാര്യം ചെയ്തിട്ട് അത് പൂർണ്ണമാവാതെ വരുമ്പോൾ, അതിന് പൂർണ്ണമായ ഫലം കിട്ടാതെ വരുമ്പോൾ, താൻ പഠിച്ചത് ഇനി കൂടുതൽ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവുകയാണ് ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. അതുവരെ നമുക്ക് പ്രവൃത്തിയാണ് പറയുന്നത്. അതുവരെ നമുക്ക് പ്രവൃത്തി, കർമ്മന്റെ പ്രവൃത്തിയാണല്ലോ, പ്രവൃത്തിയാണ്. പക്ഷേ പ്രവൃത്തിയുടെ അപ്പുറത്ത് വേറെ സാധനമുണ്ട്, അതാണ് മനസ്സിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഈ വാനപ്രസ്ഥത്തിൻ്റെ ചിന്തകൾ. അത് നിവൃത്തിയാണ്. വേദാന്തത്തിൽ 2 സാധനങ്ങളാണ്, പ്രവൃത്തിയും നിവൃത്തിയും. ഒന്ന് രക്തിമ, ഒന്ന് വിരക്തിമാണ്. ഈ വിരക്തിമ എന്ന് പറഞ്ഞാൽ പറയുകയില്ല, ഞാൻ എന്തായാലും ഉപയോഗിക്കാം. ഭാഷ അങ്ങനെയാണല്ലോ പുതിയ പദവി ഉണ്ടാവുക. അപ്പോൾ രക്തിമയും വിരക്തിമയും ഇത് രണ്ടും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ വാനപ്രസ്ഥത്തിന് ആചാര്യന്മാരെ കയ്യിൽ കണക്കൊക്കെ വെച്ചിട്ടുണ്ടോ? ഏതൊരു മീറ്റർ വേണത് എന്ന് വെച്ചാൽ എല്ലാവരെയും ആ അളവിൽ ഒരുമിച്ചാക്കണമെന്നില്ല. ചെറുതിന് പ്രായം കൂടിയിട്ടുണ്ടാവും, ചെറുതിന് പ്രായം ആവുന്നതിന് മുമ്പ്. ഇപ്പൊ സനന്മാരുടെ വാനപ്രസ്ഥം ഉണ്ടായിട്ടില്ല. ഹരിയില് ശുഭബ്രഹ്മർഷിക്കും 16 വയസ്സിന് ആണല്ലോ അദ്ദേഹം ദിഗംബരനായിട്ട് സപ്താഹത്തിൽ വരുന്നത്. ആദ്യത്തെ സപ്താഹം അങ്ങനെയാണ്, ദിഗംബരനായിട്ടുള്ള ദൈവം. അപ്പോ 16 വയസ്സാണ്. ബൗവന്റെ വയസ്സ് പറയുന്ന ബൗവന്റെ വയസ്സ് ആണ് ഈ 16 വയസ്സിൽ അതിമനോഹരമായിട്ട് പ്രായം മനസ്സിലാക്കും. അപ്പൊ ഈ ആചാര്യന്മാർ പറയുന്നത് ഈ പൗത്രൻ ഉണ്ടായാലാണ് ഒരാള്
അത് പുരുഷന് മാത്രമൊന്നുമില്ല കേട്ടോ. വാനപ്രസ്ഥം സന്യാസം ഇതൊക്കെ പുരുഷന് മാത്രമാണെന്ന് ആളുകൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. പറയുന്നുണ്ട് രഘുവംശ ശാകുന്തളത്തിലെ കാളിദാസൻ പറയുന്നുണ്ട്, ഗൃഹമൂലാനി ഭവന്തി തേഷാം. ഗൃഹമൂലങ്ങള് അവരുടെ തരുമൂലാനി ഗൃഹീഭവന്തി തേഷാം. തരുമൂലങ്ങള് വാനപ്രസ്ഥകാലത്ത് തരുമൂലങ്ങള് വൃക്ഷഛായകള് ഗൃഹീഭവന്തി ഗൃഹങ്ങളായി മാറും. അത് രണ്ടുപേരും മറ്റേ രഘുവും ദിലീപനും അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ഇങ്ങനെയുള്ള വാനപ്രസ്ഥം അനുഭവിച്ച ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ വാനപ്രസ്ഥത്തിന് അങ്ങനെ പ്രത്യേക ഒരു സമയമില്ല, പ്രത്യേക സ്ഥലമില്ല. നമ്മൾ മനസ്സുകൊണ്ട് അതിന് പാകായിട്ടുള്ളതാണ്. പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് കടക്കാനുള്ള യോഗ്യത നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അപ്പം ഇതാണ് ഇവിടെയാണ് ഈ ഘട്ടം വരെ പറഞ്ഞു നിർത്തി. ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവസരം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. വാനപ്രസ്ഥം ആർക്കാണ് മുതിർന്നവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും ഏതാണ് അതിൻ്റെ കാലഘട്ടമെന്നും എങ്ങനെയുള്ളവരാണ് അതിൻ്റെ യോഗ്യന്മാരെന്നും ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. പ്രവൃത്തി ധർമ്മത്തെ വിട്ട് നിവൃത്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മുതിർന്ന പൗരന്മാർ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പം നിവൃത്തി ധർമ്മത്തിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അനാസക്തിയിലേക്ക് അങ്ങനെ ഒരു കാണിച്ച് വരുന്ന പൗരന്മാർ, അവർക്ക് എന്താണ് ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നും ഏത് രീതിയിലാണ് അവർക്ക് അവരുടെ ആശയങ്ങളെ സ്വരൂപിച്ചെടുക്കേണ്ടത് എന്നുള്ള വിഷയം